നിനക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനമില്ല? നീയൊക്കെ എന്ത് പെണ്ണാടി? എപ്പോഴും ഏട്ടനോട് ചോദിച്ചിട്ട് ഞാൻ എടുക്കാം. ഒന്ന് പറയട്ടാ. ആ ഉന്നൂസേ, അല്ല കല്യാണത്തിന് പോകാനാണോ നീ അതിന് ഡ്രസ് എടുക്കുന്നത്? എന്റെ പൊന്നു മോളെ, അതൊക്കെ ഡെയിലി യൂസിനാണ്. അതിട്ടിട്ടാണ് അത്രയും വലിയ ഫംഗ്ഷൻ വന്ന്. നിനക്കൊരു ബോധമില്ല അല്ലേ? ഈ കല്യാണത്തിന് പോകണമെങ്കിൽ അതിന് ഷോപ്പിൽ പോയി എടുത്താ പോരെ? ഏട്ടന് ഒഴിവില്ല പറഞ്ഞില്ലേ, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവാനാ? എന്നൊരു കാര്യം ചെയ്തു, 100 ആളെയും വിളിച്ച് പോ അങ്ങോട്ട്. എന്റെ സന്ധ്യ, അത്യാവശ്യമായിട്ട് ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നിനക്ക് അറിയില്ലേ? എടാ ഇവിടെ അടുത്തല്ലേ ഷോപ്പ്, നിനക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് അറിയില്ല, അതിനും കൂടി എന്നെ ആശ്രയിക്കണ? കല്യാണത്തിന് മുമ്പും ഞാനങ്ങനെ ഒറ്റയ്ക്കൊന്നും പുറത്തു പോലില്ല. ഒന്നീ അച്ഛനോ അല്ലെങ്കിൽ ഗീതോ ഒക്കെ വരുമായിരുന്നു. ഇതിപ്പോ 5-6 കിലോമീറ്റർ കേട്ടാ. എന്റെ തിരക്ക് കഴിഞ്ഞിട്ട് മതി, പിന്നെ പോവാ നമുക്ക്. എന്റെ സന്ധ്യ, കേരളത്തിൽ നിന്ന് പെണ്ണുങ്ങൾ കാശ്മീരിലേക്ക് ബൈക്കിൽ ഒറ്റയ്ക്ക് പോകുന്ന കാലം അത്. നിനക്ക് 6 കിലോമീറ്റർ പോകാൻ പറ്റാറുന്നല്ലേ? എന്താ മനസ്സേ, എന്താ നിന്റെ അമ്മ ഇങ്ങനെ? അതൊക്കെയാണ് പെണ്ണുങ്ങൾ, അങ്ങനെ പറഞ്ഞു കൊടുക്കും ന്യൂസേ. ഇവിടെ ഒന്നുണ്ട്, നിന്റെ അമ്മയ്ക്ക് ബുള്ളറ്റ് പോയിട്ട് ഒരു സൈക്കിള് പോലും ഓടിക്കാറില്ല. എടി എത്ര കാലുണ്ട് പറഞ്ഞു കാറ് പഠിക്കേ? അല്ല അതെന്തായാലും നിന്നെ കൊണ്ടാവില്ല, അത് പോട്ടെ. എന്നാ പിന്നെ ആ സ്കൂട്ടി എങ്കിലും പഠിച്ചൂടെ? ഇതിപ്പോ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്നോട് മേടിച്ചതല്ല നീ പറയാ? എന്തെങ്കിലും കഴിഞ്ഞ ആ സ്കൂട്ടി ഉണ്ടെങ്കിൽ നിനക്കത് പോയി വാങ്ങിട്ട് തന്നൂടെ? അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളും അത് അടുത്തല്ലേ? അല്ല സന്ധ്യ, നിന്നെക്കൊണ്ട് എന്തിനാകുക അത് പറ. ഇതിലേതെങ്കിലും ഞാൻ ഒന്ന് എടുത്തോളാം. പിന്നെ കല്യാണത്തിന് 2 ദിവസം മുമ്പിൽ അവിടെ പോകണേ, അതിന് മുമ്പ് തിരക്കൊക്കെ തീർക്കണം. നീ പറഞ്ഞ പോലെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന വർക്കൊന്നും അല്ലത്, വലിയൊരു പ്രൊജക്റ്റ് ആണത്. ടീമില് കുറെ ഉണ്ടെന്നുള്ളൂ, ഒന്നിനും ഒരു വിവരമില്ല. അത് നിന്നോട് പറഞ്ഞത്, നിനക്ക് അത്രയും ബുദ്ധിയില്ലല്ലോ. പിന്നെ നീ കല്യാണത്തിന് എന്നെ ഒന്ന് പ്രതീക്ഷിക്കല്ലേ? നിന്റെ വല്യമ്മന്റെ മോനെ ആയതുകൊണ്ട് മാത്രം രാവിലെ ഒന്ന് വന്നിട്ടേ മോൻ കാണിച്ച് ഞാൻ ഓഫീസിൽ പോകും. നീ 2 ആക്കണ്ട, ഒരാഴ്ച മുൻപ് ഇവിടെ നിന്ന് വെക്കോ. ഞാൻ കൊണ്ടാക്കുമ്പോണ്ട വിചാരിക്കണ്ട കേട്ടോ. നിന്റെ അച്ഛനെയോ അല്ലെങ്കിൽ നിന്റെ പെങ്ങളെ വിളിച്ചോ, അവൾക്ക് നിന്നെക്കാളും കുറച്ച് ധൈര്യമുണ്ട്. എന്താ ഏട്ടാ, ഏട്ടനില്ലാണ്ട് എപ്പോഴെങ്കിലും ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയിട്ടുണ്ടാ? ഒരു ദിവസമല്ലേ ഏട്ടൻ എങ്ങനെയെങ്കിലും ലീവ് എടുക്കാൻ പറ്റുമോ നോക്ക്. അങ്ങനെയാണെന്ന് വെച്ചാ കല്യാണത്തിന് രാവിലെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി പോയാൽ മതി. എന്നാലും നീ ഒറ്റയ്ക്ക് പോവില്ല അല്ലേ? വല്ലാത്തൊരു പെണ്ണല്ലേട്ടാ നീ. നിന്നോട് പറഞ്ഞു എന്റെ വായിലും വെള്ളം പറ്റല്ലാണ്ട് വേറെ ഒറ്റ ഉപകാരമില്ല. നീ ആദ്യം കൂടി ഒരു ചായ ഉണ്ടാക്ക്, അതാ നിന്നെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. ഓ ഞാൻ പെടുത്തരാം. അതിന് അച്ഛൻ ചീത്ത പറഞ്ഞെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വേണ്ട നിന്റെ അമ്മയ്ക്ക്. അവക്ക് ഇതൊക്കെയാണ് ഇഷ്ടം.